ദിവസങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണൊക്കെ. ഡാ, നീ ഇവിടെ ഇരിക്കി, ഇങ്ങനെ നടക്കാതെ. നീ പോടാ, അതിനകത്ത് കയറ്റിട്ട് ഒരു വിവരവും പറയുന്നില്ല. വെയിറ്റ് ചെയ്യ്. പാച്ചു ആക്കിയ പോലെ തേരെ പര നടക്കുക. ഇടയ്ക്ക് ഡോറിന്റെ അവിടെ ചെന്ന് എത്തി നോക്കും. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ ആദ്യം അതിനെ നോക്കി. വന്നപ്പോ തൊട്ട് ഈ നടപ്പാണ്, ഒന്നും കഴിച്ചിട്ടുമില്ല. നീ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്ക്. നീ അവളെയും കൊണ്ട് പോയിട്ട് വാ ബി. ശരി. പാച്ചു. ആ അബിയേട്ടാ, വാ നമുക്ക് പോയി കഴിച്ചിട്ട് വരടാ. എനിക്ക് വിശപ്പില്ല, നമുക്ക് വാവയെ കണ്ടിട്ട് കഴിക്കാം. കൊഞ്ചത പോവാൻ നോക്കിയേ. ഞാൻ വാവയെ കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും സിസ്റ്റർ സാറേ അപർണ പ്രസവിച്ചു എന്നും പറഞ്ഞു വന്നു. അഗേട്ടനും ഞാനും ഓടി അങ്ങ് ചെന്നു. ആൺകുട്ടിയാണ് കേട്ടോ. അഗിയുടെ കയ്യിൽ കൊടുത്തു. അവൻ പതിയെ കുഞ്ഞാവയുടെ കാലിൽ ചുംബിച്ചു. അപ്പോ മയക്കത്തിലാണ് ആൾ, പേടിക്കാനൊന്നുമില്ല. കുറച്ചു കഴിയുമ്പോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നോക്കി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് എന്റെ ചോട്ടുവാണെന്ന്. അതേടി, നിന്റെ ചോട്ട് തന്നെയാണ്. പാച്ചു കവളി തലോടി. എല്ലാവരും കുഞ്ഞിനെ നോക്കി കണ്ടു. കുറച്ചു കഴിഞ്ഞ് സിസ്റ്റർ വന്ന് വാവയെ കൊണ്ടുപോയി ഫീഡ് ചെയ്യിക്കാൻ. റൂമിലേക്ക് മാറ്റിയപ്പോ മുതൽ കിച്ചുവും പാച്ചുവും വാവയെ കളിപ്പിച്ചു. അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ട് എല്ലാത്തിന്റെയും കിളി പോയി ഇരിക്കുക. രണ്ടും ഒന്ന് വാ അടിച്ചു വെക്കും. കലപില അടിച്ച് കുഞ്ഞിനെ കരയിക്കാതെ. വാസു കലിപ്പിട്ടു. ഓ അമ്മേ, അമ്മയ്ക്ക് അസൂയല്ലേ? അതെ, അമ്മായി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതേ ഞങ്ങളുടെ വാവയാ. ഞങ്ങളോടാണ് അവൾക്ക് ഇഷ്ടം കൂടുതൽ, അല്ലടാ പാച്ചു? അതേലും ഞങ്ങളുടെ ചോട്ടുവാണ്. നിങ്ങൾ വിചാരിച്ച ഇതേപോലെ ഒന്ന് നിങ്ങളുടെ കയ്യിലും കാണും. പ്രതാപും വിശ്വവും കൂടി പറഞ്ഞതും കിച്ചുവും പാച്ചുവും പെട്ടെന്ന് തന്നെ സൈലന്റായി. അബിയേട്ടാ, എനിക്ക് വിശക്കുന്നു. വാ. അവൻ അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കിച്ചു ഗൗരിയെ നോക്കി. കൊച്ചു റൂഫിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്നു. മോളെ ഗൗരി, നിനക്കിനി വിശ്രമമില്ല. എന്റെ കുഞ്ഞ് കൈ കിട്ടുന്നവരെ ഞാൻ പരിശ്രമിക്കും. കിച്ചുവിന്റെ ആത്മയാണ്. ഇനി പുറത്തുപോയ രണ്ടെണ്ണത്തിനെ നോക്കാം. പാച്ചു അഭിനയം വലിച്ച് അഖിലിന്റെ ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. നിനക്കല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞു വന്നത്, പിന്നെ ഇതെങ്ങോട്ടാ? അവൾ ഒന്നും മിണ്ടാതെ അവനെയും വലിച്ചുകൊണ്ട് നടന്നു. ഡി കോപ്പേ, നിന്നോടാ. അവൾ അവനെ ക്യാബിനെ കൊണ്ടിരുത്തി. ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞു. നിനക്ക് വിശക്കുന്നേ. അവന്റെ ആദരങ്ങൾ അതിനു മുമ്പ് തന്നെ അവൾ സ്വന്താക്കി. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോ അവനിൽ നിന്ന് പതിയെ മാറി. അബിയാണെ കിളിപോയി. എന്തുവാടി? അവന്റെ മടി ഒന്നും കൂടി കയറ്റിയിരുത്തി അവൻ ചോദിച്ചു. അത് ഇന്നലെ രാവിലെ കിട്ടിയതാ. പിന്നെ ഇത്രയും നേരമായിട്ട് നീ തന്നോ? ഇല്ലല്ലോ. അവൾ ചുണ്ടു ചുളുക്കി പറഞ്ഞു. അപ്പൊ എന്റെ കൊച്ചിന് എന്റെ കിസ് കിട്ടിയില്ലേ? ശ്വാസം മുട്ടും. അതും പറഞ്ഞ് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൻ ചെറുചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. വാ, വിശക്കുന്നില്ലേ? ഇല്ലല്ലോ, എന്റെ വിശപ്പ് മാറിയല്ലോ. ഇങ്ങോട്ട് വാടി, കുറച്ചു നേരം ഇരിക്കെ. എന്നതാ എന്റെ കൊച്ചെ കാര്യം? എനിക്കും വേണം. എന്ത്? അവൾ അവന്റെ കൈയെടുത്ത് വയറ്റി വെച്ചു. ഇവിടെ നമ്മുടെ കുഞ്ഞിനെ, നിന്റെ തുടുപ്പിനെ വേണം കേട്ടോ. നമുക്കൊരു വാവ. നിനക്ക് വാവയായിട്ട് ഞാനില്ലേ? എനിക്കെന്റെ വാവയെന്നും എന്റെ ഈ കാലനായിരിക്കും. ഇത് നിനക്ക് വേണ്ടി, നിനക്കായി വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. കുഞ്ഞാവെ കണ്ടപ്പോ ഈ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടതാ അബിയേട്ടാ. ആ തിളക്കം എനിക്ക് എന്നും കാണണം. എനിക്കറിയാം ഈ മനസ്സ്. ഞാൻ അതിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന തോന്നലല്ലേ. ഞാൻ എന്റെ വാവയെ നോക്കിക്കോളാം. എന്റെ ഏട്ടന്റെ വാവയെ നോക്കിയാൽ മാത്രം മതി. എന്റെ കൊച്ച് അപ്പൊ ഉറപ്പിച്ചോ വേണോന്ന്? പിന്നില്ലാതെ. അപ്പൊ നമുക്കങ്ങ് നോക്കിയാലോ? അവൻ അവളെ മുറിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ തോളയിൽ അവന്റെ പല്ലുകളായിരുന്നു. ആ, വേദനിച്ചു ചെക്കാ. ആണോടി കള്ളിപ്പാറുവോ? നോക്കി, നിന്റെ വയറ് ചുളുങ്ങി ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ കൊച്ചു വാ, നമുക്ക് അമ്മമ്മ കഴിക്കാം. അവൾ തലയാട്ടി അവന്റെ കൈ തൂങ്ങി നടന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പൂനെ വീട്ടിലേക്കാണ് പ്രതാപ് കൊണ്ടുപോയത്. ആകെ പറഞ്ഞിട്ട് ആരും അങ്ങ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിള്ളേർ സെറ്റ് അവിടെയാണ്. ഡി, മനു വിളിച്ചിട്ട് പാച്ചു ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരുന്നു. ഡിയേ, എന്താ? ഒന്നും മിണ്ടടി. ഞാൻ മിണ്ടൂല. സത്യമായിട്ടും അറിയാതെ പറ്റിപ്പോയതാ. അല്ലട വരണേ. ആവോ, എനിക്കറിയില്ല. എന്നാലും മനു ആ കൊച്ചൊന്ന് ഇളിച്ചു കാണിച്ചപ്പോ ആ തേമുട്ടായി അവൾക്ക് കൊടുത്തില്ലേ? ആവോ എന്റെ പാച്ചു, നീ അവളോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അച്ചുവാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്. ശവത്തെ കുത്താതൊന്ന് പോയേ. പാച്ചുസേ. അപ്പോഴും അവള് മൗനം. നീ എന്റെ വിഷമം മനസ്സിലാക്കണം. നിനക്കെന്ത് വിഷമം? ചേച്ചിയോട് പറ കൂട്ടാ. മനുവിന്റെ തോളിൽ കൈയിട്ട് അച്ചു ചോദിച്ചു. എല്ലാവർക്കും ആള് സെറ്റായി, ഞാൻ മാത്രം സിംഗിൾ പസംഗ. എനിക്ക് സങ്കടമുണ്ട്. അപ്പൊ ആ കൊച്ചൊന്ന് ചിരിച്ചു കാണിച്ചപ്പോ അറിയാതെ പറ്റിപ്പോയി.
ഇനി ഇങ്ങനെ ചെയ്യോ? പാച്ചു ചോദിച്ചു. അയ്യോ ഇല്ലായേ, എന്നാ ഓക്കെ. അന്ന് പിന്നെ അഭിയും കിച്ചും വന്നപ്പോ കാണുന്നത് നമ്മുടെ പിള്ളേർ സെറ്റിനെയാണ്. പാച്ചു അഭി അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല, ഒന്ന് ഏറുകണ്ടിട്ട് നോക്കുന്ന പോലുമില്ല. മോനെ അഭിക്കുട്ട, കൊച്ചു കലിപ്പിലാണല്ലോ. അതെനിക്ക് മനസ്സിലായി. അഭിയും കിച്ചു അവരോട് സംസാരിച്ചു. അല്ല, മക്കളുടെ ഉദ്ദേശം എന്താണ്? മണ്ടേ 5 ലീവാണല്ലോ. അടുത്ത മാസം അച്ഛന്റെ മാരേജ് അല്ലേ? അതെ. ഷോപ്പിംഗ്. എന്റെ കല്യാണപ്പുടം എടുക്കാൻ ഇവരും. ഇപ്പൊ തന്നെ കുറെ ആയി ലീവ്. മാരേജിന് ലീവ് കൂടുതൽ വേണേ ഇത് കൊണ്ട് നിർത്തിക്കോ. യെസ് ബോസ്. 4 കൂടി ഒരുമിച്ച് പറഞ്ഞു. കുറച്ചു നേരം കൂടി ഇരുന്ന് എല്ലാരും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അഭി ഫ്രഷായി ചോട്ടുവിന്റെ അടുത്തേക്ക് പോയി. അപ്പോ അവന്റെ മടി ചോട്ടുവിനെ കിടത്തി. അവനെ കൊഞ്ചിച്ചോണ്ടിരുന്നപ്പോഴാണ് അടുത്തു വന്നിരുന്ന് കുട്ടിക്കാലം വീർപ്പിച്ച പോലെ ഇരിക്കുന്ന പാച്ചുവിനെ കാണുന്നത്. ചോട്ടുവിന്റെ പാച്ചുമ്മയ്ക്ക് ഇത് എന്നാ പറ്റിയ കുട്ടൂസേ? അത് കേട്ടതും പാച്ചു ഒന്ന് പുച്ഛിച്ചു. പാച്ചൂസിന്റെ കാലിനോട് പിണങ്ങിയോ കുട്ടൂസേ? കുട്ടൂസ് മായാവിയൊന്നുമല്ല, എന്റെ ചോട്ടുവാണ്. ഒന്ന് പോയേടി, അവളുടെ ചോട്ടു. ഇത് കൊച്ചച്ഛന്റെ കുട്ടൂസാണ്. അപ്പോഴേക്കും കിച്ചു അവന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ മേടിച്ചു. ഇത് നിങ്ങളുടെ ഒന്നുമല്ല, മാമന്റെ അപ്പുണ്ണിയാണ്. ഇത് കേട്ട് മുഖം വീർപ്പിച്ച് അഖിയുടെ അടുത്ത് പോയി അവൾ പരാതി പറഞ്ഞു. എന്തോ നാടാ, എന്റെ കൊച്ചിന്റെ ചോട്ടുവാണ്. നിങ്ങൾക്കുള്ള കുട്ടൂസിനെ അപ്പുണ്ണെ അടുത്ത ട്രിപ്പിന് തരാം. എന്തോ നട ഇവിടെ, മത്സരമൊന്നുമില്ല. അങ്ങനെ പറയരുത്, ഇത് നമുക്കൊരു മത്സരം ആക്കാം. മനു പറഞ്ഞതും അക്കി വീണ്ടും തിരിച്ചടിച്ചു. അപ്പൊ അടുത്തത് പെൺകുഞ്ഞു മതി, പാച്ചുവാണ്. അത് മതിയോ ആവോ? അപ്പു അവളെ നോക്കി ചോദിച്ചു. ആ മതി മതി. ഇതിന്റെ ക്ഷീണം മാറട്ടെ. നിന്റെ കെട്ടിയോന്റെ കയ്യിലിരിക്കുന്ന കൊച്ചിനെ കണ്ടു? കണ്ടു. അതെന്റെ പാച്ചൂട്ടൻ. ഒരു ചോട്ടുവിനെ കൊടുക്കേ എന്ന് പറഞ്ഞ് സമാധാനം തരാതെയാണ് ആ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഒന്ന് പോയേ. ദൈവം തരുന്നത് നമ്മളങ്ങ് കൈനീട്ടി മേടിക്കേണ്ടേ അപ്പൂ? അതും പറഞ്ഞിങ്ങി വാ. ആക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി കലിപ്പിട്ടു. പാറു, എന്തോ? എന്റെ കൊച്ചിന്റെ മുഖം രാവിലെ തൊട്ട് വീർപ്പിച്ചിരുന്നത് എന്തിനാ അറിയില്ലേ? അവന്റെ നെഞ്ചി തലവെച്ച് കിടന്ന് ആ രോമത്തിൽ പിടിച്ചു വലിച്ചു അവൾ കുറുമ്പോടെ ചോദിച്ചു. എനിക്കറിയില്ലല്ലോ. കള്ളച്ചിരിയോടെ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ദേ കള്ള കെട്ടിയോനെ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അതൊക്കെ ഒരു തമാശ അല്ലയോ കെട്ടിയോളെ? ആണോടാ കെട്ടിയോനെ? അതേലോ കുശുമ്പി പാറു. അതെ, കുശുമ്പി തന്നെയാണ്. ഏതെങ്കിലും പെണ്ണു വന്ന് കെട്ടിപ്പിടിക്കാൻ നിന്നു കൊടുക്കുന്ന ചെക്കൻ നാണമുണ്ടോ ചെക്ക? അത് നമ്മുടെ ക്ലയന്റ് അല്ലേടാ. അതിന് അപ്പൊ ജസ്റ്റ് ഒന്ന്. അയ്യോ, എന്തിനാ ഒന്നാക്കി 2 3 പ്രാവശ്യം കെട്ടിപ്പിടിച്ചൂടെ? ഡിയേ, താൻ ആരെങ്കിലും പോയി കെട്ടിപ്പിടിയടോ. എനിക്ക് കിടന്നുറങ്ങണം. അങ്ങോട്ട് മാറിക്കിടക്ക്. അവന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി താഴെ കിടന്നു അവൾ. അയ്യടാ, ഇങ്ങ് വാ പാറൂട്ടാ. ഇനി നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെ. ആണോ? സത്യം. ദിവസങ്ങൾ ഓടിപ്പോകുന്ന അനുസരിച്ച് പാച്ചുവിന്റെ അബിയുടെയും പ്രണയം അവരുടെ ജീവിതത്തിൽ പടർന്നുകൊണ്ടിരുന്നു. രാത്രികളിൽ അവന്റെ പ്രണയത്തിന്റെ വിയർപ്പിൽ അവൾ തളർന്നു. ചെറിയ പിണക്കങ്ങളിൽ തുടങ്ങി വലിയ സന്തോഷങ്ങളിൽ അവരുടെ പ്രണയം ഒഴുകി നടന്നു. അവളിലാണ് അവന്റെ ജീവൻ പോലും എന്ന് തോന്നിപ്പോകും. അവളുടെ കുറുമ്പും വാശിയ സ്നേഹവും അവനെ നിറഞ്ഞു നിന്നു. ചോട്ടുവിന്റെ പേരുടെ ചടങ്ങും അങ്ങനെ കഴിഞ്ഞു. അതർവദേവ്. ഇന്നാണ് നമ്മുടെ അച്ചുവിന്റെ കല്യാണം. അതിനിടയ്ക്ക് നമ്മുടെ മനുവിലിട്ട് അച്ഛൻ നന്നായി ഒന്ന് പെരുമാറി. വേറൊന്നുമല്ല, വിനോദ് സാറിന്റെ അഥവാ അച്ചുവിന്റെ കണവന്റെ അനിയനാണെന്ന് പറഞ്ഞില്ല. സർപ്രൈസ് ആക്കിയത് ബട്ട് എങ്ങനെയോ അറിഞ്ഞു. കല്യാണം കെങ്കേയമായി നടന്നു. വിനോദ് സാറിന്റെ തലയിൽ പതിച്ച ഉൽക്കയാണ് അച്ചു. ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ തൊട്ട് പാച്ചുവിന്റെ പുറകെയാണ് ചെക്കൻ. പട്ടിണിയാണ് ഹേ. തലയിൽ നിന്ന് പൂവഴിച്ച് മാറ്റുമ്പോഴാണ് അവളുടെ അണിവയറിൽ 2 കൈകൾ പതിഞ്ഞത്. കണ്ണാടിയിൽ കൂടി അഭിയെ അവൾ നോക്കി പുരികം ചൊളിച്ചു. എന്നെ ഭംഗിയാടി പെണ്ണെ നിനക്ക്. എനിക്ക് വിശക്കുന്നു. സദ്യ കഴിച്ചില്ലേ? എന്റെ വിശപ്പ് നീയാടി പെണ്ണേ. അവൻ അവളെയും കോരിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡിലേക്ക് പതിയെ കിടത്തി അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നു. അവളുടെ നാഭിച്ചുടി അവന്റെ കൈകൾ ആഴാളന്നു. വയറിലൊന്ന് അമർത്തിയപ്പോൾ അവനെ അവളിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെയും വയറിൽ പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചെന്നതും അവന്റെ കാതിലെ പതിയെ മുഴിഞ്ഞു. അച്ഛേ, ഇങ്ങനെ പിടിക്കാതെ, അച്ഛയുടെ വാവയ്ക്ക് വേദനിക്കൂലേ? അവന്റെ കാതിൽ കടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ. അവന്റെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികൾ അവളുടെ നാസികയിൽ പതിഞ്ഞു. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളോട് ചോദിക്കുമ്പോൾ അവന്റെ സൗണ്ട് ഇടറി. രാവിലെ ആയിരുന്നു കൺഫേം ചെയ്തത്. രാത്രി സർപ്രൈസ് ആയിട്ട് പറയണമെന്നാ കരുതിയത്. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാരോടും പറഞ്ഞോ? ഇല്ല. അച്ഛയുടെ കൊച്ചിന് അച്ഛ തന്നെ ആദ്യം അറിയണമെന്ന് തോന്നി. അവളുടെ സാരിത്തലപ്പ് മാറ്റി വയറിലേക്ക് മുഖം അമർത്തിയവൻ. അവളുടെ വയറ് ചുംബനവും കണ്ണീരും കൊണ്ട് മൂടി. സന്തോഷായോ? ഒരുപാട്.
അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഞാൻ ഞാൻ അച്ഛനായി. നമ്മുടെ വാവ അല്ലേ, നമ്മുടെ കുഞ്ഞി അതല്ലേ, നമ്മുടെ വാവയാണ്. അവളുടെ വയറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല, നാളെ പോകാന്ന് വിചാരിച്ചു. എല്ലാരോടും പറയണ്ടേ നമ്മുടെ വാവയുടെ കാര്യം? പറയണല്ലോ. അതിനു മുമ്പ് എന്റെ വയറ്റിൽ നിന്ന് എഴുന്നേക്ക് ചെറുക്കാ. ഞാൻ നിന്റെ വാവയോട് സംസാരിക്കട്ടെ. അതിനി കുറെ സമയമുണ്ട്. ആദ്യം വായോ. പറു. എന്തോ? നിന്റെ കുഞ്ഞു വയറ്റി നമ്മുടെ വാവയ്ക്ക് കിടക്കാൻ സ്ഥലം കാണുമോ? ഇപ്പൊ ധാരാളം ഉണ്ട്. ഇനി ഓടുകയും ചാടുകയും ഒന്നും വേണ്ട. എന്റെ കുഞ്ഞുണ്ട് ഇവിടെ. അവളുടെ വയറ്റി മുത്തി പറഞ്ഞു. ശരി തമ്പ്രാ. അവൻ അവളുടെ വയറ്റി മുഖം പൂഴ്ത്തി ഇടയ്ക്കിടയ്ക്ക് സംശയമായി തല പൊക്കി അവളെ നോക്കും. ഇനി എന്റെ ചെക്കൻ വാ തുറന്നാലുണ്ടല്ലോ. അതിനവനൊന്ന് എളിച്ചു കാണിച്ചു. വായു, നമുക്ക് എല്ലാവരോടും പറയാം. അവൻ എഴുന്നേറ്റ് അവളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പാച്ചുവിനും അബിക്കും എങ്ങനെ തുടങ്ങും എന്നതിൽ രണ്ടുപേരും കണ്ണും കണ്ണും കാണിക്കുന്നു. ഞങ്ങൾക്കൊരു കാര്യം പറയണം, അബിയും പാച്ചു ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾക്കും കിച്ചുവാണ്. എന്താണ് രണ്ടു കൂട്ടർക്കും പറയാനുള്ളത്? ആദ്യം ഇവര് പറയട്ടെ. കിച്ചു പറഞ്ഞു. കിച്ചുവേട്ടൻ പറഞ്ഞു. പാച്ചുവാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? ആകെ കലിപ്പായി. ഞാൻ പറയാം. അബി പറഞ്ഞു. മോൻ പറ. വസു ചോദിച്ചു. അത് ഏത്? അവ ഒന്ന് പറയട്ടെ. കിച്ചു പറഞ്ഞു. ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു. ഞാനും. രണ്ടും പണി പറ്റിച്ചോ? ആകെ അത്ഭുതത്തോടെ ചോദിച്ചു. അതിനവർ രണ്ടുപേരും ഇളിച്ചുകൊണ്ടിരുന്നു. മക്കൾ ഹോസ്പിറ്റലിൽ പോയോ? മാസു ചോദിച്ചു. ഇല്ലമ്മേ, പോയില്ല. പാച്ചു വിശ്വച്ചന്റെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയി ഡോക്ടറിനെ കണ്ടു. എനിക്ക് വയ്യാതെ പോയതാണ്. നിങ്ങളെ ടെൻഷനാക്കണ്ട എന്ന് വിചാരിച്ചു. ഗൗരി പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നേ. ബാക്കി കിച്ചു പൂർത്തിയാക്കി. മക്കൾ എന്ന് നാളെ തന്നെ പോയി കാണും. ലതാമ്മ പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അകയും പറഞ്ഞു. എനിക്ക് അപ്പോഴേ തോന്നി രണ്ടുപേരുടെയും വിളർച്ച കണ്ടപ്പോ വാസുവാണ്. നമ്മൾ പിന്നെയും മുത്തശ്ശനായി. അതെ, പ്രതാപും വിശ്വച്ചനും കൂടി പറഞ്ഞു. ഞങ്ങൾ പോയി കുറച്ച് പായസം ഉണ്ടാക്കട്ടെ. അതും പറഞ്ഞ് അമ്മമാർ അടുക്കളയിലേക്ക് പോയി. വേഗം ആയിക്കോട്ടെ, പാലട മതി. വിഷയാണ്. അയ്യോടാ, എന്റെ അച്ഛക്ക് അത് മതിയോ? പാച്ചു ചോദിച്ചു. മതി. അതും പറഞ്ഞ് അയാളൊന്ന് ഇളിച്ചു കാണിച്ചു. അമ്പട സണ്ണിക്കുട്ടാ, ആ പൂതി അങ്ങ് കാറ്റി പറത്തിക്കോ. ഒരു പാലട. കഴിഞ്ഞ പ്രാവശ്യത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്തത് അവിടെ ഇരിപ്പുണ്ടല്ലോ. അതും കേട്ട് അയാൾ മുഖം വീർപ്പിച്ചു. അതുകൊണ്ട് അച്ഛക്ക് പായസം ക്യാൻസൽ. ഇച്ചിരി, ഒരു കിച്ചിരിയും ഇല്ല. കുറച്ച് കൊടുക്ക, നമ്മുടെ വിഷയല്ലേ. പ്രതാപാണ്. അതെ, ഞാൻ വീണ്ടും ഒരു മുത്തച്ഛാകുന്ന സന്തോഷത്തിൽ ഞാൻ കഴിക്കും. വിശ്വച്ചൻ പറഞ്ഞു. പാവം, ഈ വട്ടം എങ്ങനെ പോട്ടെ. ഈ പ്രാവശ്യത്തേക്ക് മാത്രം. പാച്ചു പറഞ്ഞു. ഒരു ഗ്ലാസിന്റെ പാതി മതി. അപ്പവും പറഞ്ഞു. അത് നടക്കില്ല. അതെന്താ നടന്ന? ഗൗരിയും പാച്ചും പ്രഗ്നന്റ് അല്ലേ? അപ്പൊ 2 പേരക്കുട്ടികളാണല്ലോ. എനിക്കപ്പോ ഫുൾ ഗ്ലാസ് തരണം. ക്യാൻസർ. പകുതി, അത് മതി. കിച്ചുവാണ്. അത് എനിക്ക് മതി. പിന്നെ പായസം വെച്ച് 2 പേർക്കും കൊടുത്തു. രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ പാച്ചുവിന് ടെൻഷൻ. എന്നാടാ പറ്റിയേ? എനിക്കെന്തോ നമ്മുടെ വാവ ഇവിടെ ഇല്ലേ? നീ ടെസ്റ്റ് ചെയ്തതല്ലേ? അതിൽ പോസിറ്റീവാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മുടെ കള്ളിപ്പണ് ഇവിടെ വന്നിട്ടുണ്ടടി. ആണോ? ആന്നേ. അല്ലേ നമുക്കങ്ങ് കിണഞ്ഞ് പരിശ്രമിക്കാം. ഞാൻ റെഡി. ശരിക്കും ശരിക്കും എന്റെ പാറൂട്ടം പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ഡോക്ടറെ കാണണ്ടേ? ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിന്റെ അടുക്കലിരുന്നപ്പോ 2 പേരും ടെൻഷനായിരുന്നു. അപ്പി പാച്ചുവിനെ കണ്ണ് ചെമ്മി കാണിച്ചു. അത് മതിയായിരുന്നു അവൾക്ക്. സർ. എന്നെ പേര് വിളിച്ചാ മതി. ഡോക്ടർ വിളിച്ചത് കേട്ട് അബി പറഞ്ഞു. അല്ല, ഇത് സാന്റെ ഹോസ്പിറ്റൽ. അതിനെന്താ, എനിക്ക് എന്റെ പേര് വിളിക്കുന്നതാണ് കംഫർട്ടബിൾ. ഓക്കെ. പാർവണ്ണ ടെൻഷനാണെന്ന് തോന്നുന്നു. ചെറുതായി. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടി. റിസൾട്ട് പോസിറ്റീവാണ്. 2 പേരും അച്ഛനും അമ്മയാകാൻ പോകുന്നു. താങ്ക്സ് ഡോക്ടർ, പാച്ചു പറഞ്ഞു. പിന്നെ 3 months പ്രോപ്പർ റെസ്റ്റ് വേണം. ബോഡി വീക്കാണ്. ഫുഡ് നന്നായി കഴിക്കണം. ഞാൻ വിറ്റാമിൻ ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട്. നല്ല ഉറക്കം വേണം. ടെൻഷനൊന്നും ആകരുത്. 2 പേർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 2 പേരും തലയാട്ടി. അപ്പൊ 3 months കഴിഞ്ഞ് വായും. അപ്പൊ നമുക്ക് സ്കാനിങ് നടത്താം. താങ്ക്സ് ഡോക്ടർ. പിന്നീട് അങ്ങോട്ട് അബി അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കും. എന്നും അവൻ ഉണരുന്നത് അവളുടെ ഉദരത്തിൽ ചുംബിച്ചും അവളുടെ നെറ്റിയിൽ ചുംബിച്ചുമായിരുന്നു. പാറു അമ്മ എന്ന ലോകമാകുമ്പോൾ മനസ്സുകൊണ്ട് അഥവാ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരച്ഛനും രൂപം കൊണ്ടു. 3 മാസം ഗൗരിയും പാച്ചുവിനെ അമ്മമാരും അപ്പവും സൂക്ഷിച്ചുകൊണ്ട് നടന്നു. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അച്ഛന്മാർ കാത്തിരുന്നു. ഒരു ചെറിയ സ്വർഗം തന്നെയായി ആ വീട്. പാച്ചു ചോട്ടുവിന്റെ കൂടെയാണ്. അവനെയും കളിപ്പിച്ചിരിപ്പാണ്.
അവളുടെ ലോകം അതാണ്. രാത്രിയിൽ അബി അവളുടെ മടിയിൽ കിടന്ന് അന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു. പാറൂസേ, എന്തോ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? എന്ത് കഴിക്കാൻ? പിന്നെ എനിക്ക് എന്റെ കെട്ടിയോനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുവോ? ആണോ? ആന്നേ. അബി എഴുന്നേറ്റ് അവൾക്ക് വേണ്ടി കൈവിരിച്ചതും അവൾ അവന്റെ ബനിയന്റെ ഉള്ളിലേക്ക് നൂഴ്ന്ന് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അബിയേട്ടാ, എന്തോടാ? എന്നെയാണോ വാവേനെയാണോ ഇഷ്ടം? അവന്റെ താടിയിൽ തലോടി ചോദിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. പറയുന്നേ, നീ എന്റെ ജീവനും നമ്മുടെ വാവ നമ്മുടെ പ്രണയവും അല്ലേടാ. രണ്ടും എന്നിലല്ലേ, എങ്ങനെ വേർതിരിച്ചു കാണും? നീ എന്റെ കാലം ചിക്കൻ തന്നെയാണ്. ആഹാ, ആണോടിക്കാറുമ്പിപ്പാറു? അതേല്ലോ ചിക്ക. അവന്റെ ആദരം അവളുടെ കവളിൽ പതിഞ്ഞു. ഉറക്കം വരുന്നു. എന്നാ വായു, നമുക്ക് പോയി ചാച്ചാം. ബാൽക്കണിയിൽ നിന്ന് അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി അവനും കിടന്നു.